എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോ വരെ തുടർച്ച തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. കാരണം എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ. അപ്പോൾ എനിക്ക് വേറെ വിശേഷങ്ങളൊന്നും പറയാനായിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ അനിയത്തിമാർ രണ്ടുപേരും ജോലിക്ക് പോയി, പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് കളിക്കുകയാണ്. അടിച്ചു വാരി ഒരു പ്രാവശ്യം വൃത്തിയാക്കി ഇട്ടതാണ്. ഒരു കാര്യമില്ല, പിള്ളേരല്ലേ, അവരതേപോലെ തന്നെ വലിച്ചു വാരിയിട്ടുണ്ട്. അവരുടെ പ്രായതാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പാത്രങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചമ്മ കഴുകി, ഞാൻ കുറച്ച് കഴുകി, അങ്ങനെ പാത്രം കഴുകലൊക്കെ തകൃതിയായിട്ട് നടന്നു. കണ്ടോ കൂർക്ക, എനിക്ക് ഭയങ്കര ഇഷ്ടം കൂർക്കയുടെ ഉപ്പേരിയും. പിന്നെ ഇന്ന് ബീഫും കൂർക്ക വെക്കണേ. ഈ കൂർക്ക നന്നാക്കിയിട്ട് നമ്മുടെ ഇവിടുത്തെ നീതി സഹകരണ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും. നമുക്ക് തൊലി കളയണ്ട, പക്ഷെ എന്നാലും ഇതിന്റെ ഇടയിൽ ഓരോ ഞാരുകളുണ്ട്. കണ്ട ആ ഞാരുകളൊക്കെ കളയണം. എന്നിട്ട് ഇവിടെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് തരിക. പണ്ടൊക്കെ ഈ കൂർക്ക തൊലി കളയാൻ ആദ്യം ചാക്കിലിട്ട് ചവിട്ടും അല്ലമ്മേ. ചാക്കിലിട്ട് ചവിട്ടിയിട്ട് പിന്നെ അപ്പൊ തന്നെ കുറച്ച് തൊലിയൊക്കെ പോവും കാനുള്ളത്. പിന്നെ എന്നാലും ഉണ്ടാവും കുഞ്ഞു തൊലികൾ. അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കും, കത്തിരിക്കായി കയ്യിലൊക്കെ നിറയെ കറുത്ത കളറിൽ ഇങ്ങനെ കറ വരും. കാണുന്നില്ല, ഒക്കെ തൊലി കളഞ്ഞ് കിട്ടുന്ന മെഷീനിലിടവര്. എന്നാലും കണ്ടൊക്കെ ചെറിയൊരു ഞാര് കളയല. ബീഫും കൂർക്കയും ഭയങ്കര സൂപ്പർ കോമ്പിനേഷനാണ്. നമ്മളിത് കൂർക്ക നന്നാക്കുമ്പോഴും നന്നാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുമല്ലോ, അത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേണം പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഒരു കറപ്പത് വരും. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നാക്കി വെക്കുമ്പോഴും പിന്നെ അതുമാതിരി തന്നെ കായ വാഴക്കല്ലേ, ഞങ്ങളുടെ കായ എന്ന് പറയാം, പച്ചക്കായ, അതൊക്കെ നന്നാക്കി വയ്ക്കുമ്പോഴും വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു കറ പോലെ വരും. അത് ഇത്തിരി വെള്ളത്തിലിട്ട് കഴിഞ്ഞാലേ അങ്ങനെ കറിയൊന്നും ഉണ്ടാവില്ല. ഈ കൂർക്ക എന്തിൻ്റെ കൂടെ ഇട്ട് വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ്. പോർക്കിൻ്റെ കൂടെ ഇട്ട് വെച്ചാലും ചിലർ മീനിൻ്റെ കൂടെ ഇട്ട് വെക്കും. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കൂർക്കയ്ക്ക്. തന്നെ ഉപ്പേരി വെക്കാനാണെങ്കിലും പറയണ്ട, അടിപൊളിയല്ല. നെയ്യ് വേണം, കഷ്ണങ്ങളൊക്കെ ഇടുമ്പോഴേ ഇത്തിരി നെയ്യ് വേണം, എന്നാലാണ് ആ കഷ്ണം തന്നെ രസം. ആ സവാളയ്ക്ക് കഴിഞ്ഞിട്ട് അത് വെക്കാം. തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ പണികളും ചെയ്ത് ക്ഷീണമായിട്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നും, നാട്ടിൽ പോയിട്ട് അമ്മേൻ്റെ അടുത്ത് പോയിട്ട് നിന്നിട്ട് വേണം ഒരു പണിയെടുക്കാണ്ട് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ ഫോൺ നോക്കിയെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ അമ്മ തന്നെ നിന്ന് ഓരോ പണികൾ ചെയ്യണം കാണുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സൊന്നും വരില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്തും ഞാൻ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, വെറുതെ ഇങ്ങനെ ഇരിക്കും. പിന്നെ നമ്മളൊരു കുടുംബമൊക്കെ തന്നെയൊക്കെ നോക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയ പിന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മനസ്സിലായ. അപ്പോൾ നമ്മളിവിടെ വീട്ടിൽ പോയാൽ അമ്മ തന്നെ ഇരുന്ന് ഓരോന്ന് ചെയ്യണം കാണുമ്പോൾ നമ്മളും കൂടെ നിന്ന് അങ്ങോട്ട് സഹായിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോലികളൊക്കെ തീരുമല്ലോ എന്നാണ് കാര്യം. ഇപ്പോൾ ഈ സബോള അരിയാന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയില്ല. പക്ഷേ ഇവിടെ കണ്ണീര് വരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് കണ്ണീര് വരും സവാള അരിയുമ്പോൾ. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ഇപ്പോഴല്ലേ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കും കേട്ടോ, ഞാൻ പറയാറില്ലേ, കാരണം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നാട്ടിൽ പോയിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ അമ്മയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കും, അമ്മയ്ക്ക് എപ്പോഴാണ് റെസ്റ്റ് കിട്ടണേ? അമ്മയ്ക്ക് എല്ലാ ദിവസവും ജോലിയുണ്ട്. നമ്മൾ നാട്ടിലേക്ക് റെസ്റ്റ് എടുക്കാനാണ് വരണേന്ന് അമ്മയ്ക്കറിയാം. അപ്പോഴും അമ്മ നിർബന്ധിക്കാറൊന്നുമില്ല കേട്ടോ പണി ചെയ്യാൻ. അപ്പോഴും അമ്മയ്ക്ക് അപ്പോഴും ജോലിയാണ്. അമ്മയ്ക്ക് എപ്പോഴും റെസ്റ്റ് കിട്ടണേ? അപ്പോൾ അതങ്ങനെ ഞാൻ ചിന്തിക്കും. അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കണ ഒരു ടൈമില്ല, എപ്പോഴും അമ്മയ്ക്ക് പണിയാണ്. അപ്പോൾ നമ്മളൊക്കെ വരുമ്പോഴാണ് അമ്മയ്ക്ക് ഇത്തിരി റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നും. അതുകൊണ്ട് കേട്ടോ ഒരു കാരണം. കല്യാണത്തിന് മുന്നേ എനിക്ക് ഒരു പണി അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ തമാശയ്ക്ക് പറയും, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് എനിക്ക് ചാവാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ചിരിച്ച് തള്ളാറുണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ 3 പേരും നല്ല കുട്ടികളായി. ഇപ്പം കണ്ട ഞങ്ങളുടെ മെയിൻ ഹാളിൻ്റെ ഒരു കോലം. ഇത് പിള്ളേരുടെ പ്ലേ ഗ്രൗണ്ടാണ്. ഇപ്പം വൃത്തിയാക്കിയിട്ടിട്ട് ഒരു കാര്യമില്ല. ഈ 6 എത്ര പേരുണ്ട്? 6 പേര് കൂടിയിട്ട് ഭയങ്കര കളിയാണ്. ഒരു പ്രാവശ്യം വൃത്തിയാക്കിയിട്ട് അതേപോലെ തന്നെ കിടക്കണം കാണാം. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ റെസ്റ്റിംഗ് ടൈമാണല്ലോ. അമ്മ സുഖമായിട്ട് ഇങ്ങനെ ഫോണൊക്കെ നോക്കി ഫേസ്ബുക്കൊക്കെ നോക്കി ഇരിക്കുകയാണ്. എൻ്റെ അതുണ്ട് തല കണ്ടാ അമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറിൻ്റെ അന്ന് വീണ് പൊട്ടിയതാട്ടാ. പക്ഷെ സ്റ്റിച്ചർ ഉണ്ടി വന്നില്ല. അതെ, എനിക്ക് ബീഫ് വേവിച്ച് കഴിഞ്ഞാൽ ഈ മസാലക്കാക്കണേക്കാൾ മുന്നേ കുറച്ച് ബീഫ് എടുത്ത് കഴിക്കണം ഭയങ്കര ഇഷ്ടം. കൂർക്കിടുമ്പോ അതിനോട് കൂടി പൊടിയിലിടും. ആ കിളിയിടില്ലേ മറ്റേ ഇല്ലല്ല ഈ സാധനങ്ങളൊന്നും
ചെറുപ്പത്തില് ഇത് വേവിച്ച വെള്ളവും ചോറും കൂടി ഞായറാഴ്ച കഴിക്കുന്ന ഓർമ്മയുണ്ടമ്മ. ഇതിന്റെ ചാറും ചോറും കൂടി മാത്രമേ കറിയൊന്നും വേണ്ട. ഇപ്പോൾ സമയം ഉച്ച തിരിഞ്ഞേ. ഞാനിപ്പോൾ എൻ്റെ കുട്ടാരൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കുട്ടാരൻ്റെ പെങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസമാണിന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അച്ചമ്മയാണിത്. അച്ചമ്മയ്ക്ക് കണ്ടാൽ ഭയങ്കര സ്നേഹമൊക്കെയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വയസ്സായവരങ്ങനെയാണല്ലോ, അവർ പറയുന്നത് കേൾക്കാനായിട്ട് ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ അനിത്യ കൊച്ച് കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് കേട്ടോ കുട്ടാരും. അപ്പോൾ ഭയങ്കര സ്നേഹമാണ് ഈ ഫാമിലിയൊക്കെ ആയിട്ട്. ദേ ആ മഞ്ഞ ചുരിദാറിട്ട് നിൽക്കുന്നതാണ് കേട്ടോ കല്യാണ പെണ്ണ്. അപ്പോൾ പറഞ്ഞു ചേച്ചി എന്നെ ഒന്ന് വീഡിയോയിൽ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ നല്ല സുന്ദരിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻഗേജ്മെൻറ്റിന്. എനിക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എൻഗേജ്മെൻറ്റിന് ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് ഒരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം കൂടെ ആയപ്പോഴാണ് ദൈവമേ ക്യാമറ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. ഫോണിലെടുത്താലും വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഇന്നും എല്ലാ പണി ഞാനെടുത്തത്. എല്ലാ പണി അമ്മ മുളകും മല്ലി വറുത്തു. അമ്മ പറയാ ഞാൻ മുളകും മല്ലി വറുത്തതോന്ന്. അയ്യോ. അങ്ങനെ ഞാൻ പുറത്ത് പോയി വന്നപ്പോഴുണ്ട് എൻ്റെ 2 അനിയത്തിമാരും കൂടിയിട്ട് ചിക്കൻ ലോഡഡ് ഫ്രൈസ് എന്നും എന്നിട്ടൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണേ. നല്ല ടേസ്റ്റിൽ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ എന്തൊക്കെ ഇട്ടിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നാളെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവും. പിന്നെ അവിടെ നിന്ന് പിറ്റേ ദിവസം തിരുവനന്തപുരത്തേക്ക് പോകാറായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.